ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് നമുക്ക് ചിന്തിക്കുവാൻ വേണ്ടി ദൈവം തരുന്ന തിരുവചനം എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 19-ാം വചനം ഇങ്ങനെ പറയുന്നു: ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരം തന്നെ, അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. അവിടേക്ക് യേശു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പുകൂട്ടി നമുക്ക് വേണ്ടി പ്രവേശിച്ചിരിക്കുന്നു. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പ്രവേശിച്ച സ്ഥലത്തേക്ക് പ്രവേശിക്കാൻ നമുക്ക് എന്ത് വേണം? പ്രത്യാശ. ആ പ്രത്യാശ നമുക്ക് ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. അപ്പോൾ പ്രത്യാശ എത്രത്തോളം വർദ്ധിക്കുന്നു, അത്രത്തോളം നമ്മളിൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ വർധനവുണ്ടാകും. നമ്മൾ കർത്താവ് പോയ സ്ഥലത്ത് പോകണമെന്നുള്ള ഒരു പ്രത്യാശ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കുന്ന ഇടത്ത് എനിക്കും വസിക്കണമെന്നുള്ള ഒരു ആശ, അവിടേക്ക് പോകുവാൻ വേണ്ടി ഞാൻ ഇവിടെ വെച്ച് എങ്ങനെ ഒരുങ്ങണം എന്നുള്ളതാണ് നാം നോക്കേണ്ടത്. ഈ നങ്കൂരം എന്ന് പറഞ്ഞാൽ, ആത്മാവിൻ്റെ നങ്കൂരം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം അപ്പോസ്തലപ്രവൃത്തി നമ്മൾ വായിക്കുമ്പോൾ അവിടെ നങ്കൂരത്തെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. പൗലോസ്ലീഹ കഷ്ടത്തിലായപ്പോൾ, അല്ലെങ്കിൽ വെള്ളത്തിൽ കിടന്ന് അപ്പോൾ അവിടെ പറയുന്നുണ്ട്, 27-ാം അധ്യായത്തിൻ്റെ 29 അല്ലെങ്കിൽ 21 തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പാറ സ്ഥലങ്ങളിൽ അകപ്പെട്ടു എന്ന് പേടിച്ച അവർ ആൽമരത്ത് നിന്ന് 4 നങ്കൂരം ഇട്ടു. അവിടെ ഈ നങ്കൂരത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല, അത് വേറൊരു ദിവസം നമുക്ക് നോക്കാം. ഈ നങ്കൂരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നങ്കൂരം എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തെ കാണിക്കുന്നു. കഷ്ടങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. പിന്നെ നമ്മൾ നോക്കിയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. നങ്കൂരം ഒരിക്കലും മാറാത്ത വാഗ്ദത്തം തന്ന കർത്താവാണ് നമ്മുടെ കർത്താവ്. അത് നങ്കൂരമിട്ട് കപ്പലിനെ പിടിച്ചു നിർത്തുന്നത് പോലെ ദൈവിക വാഗ്ദത്തത്തിൽ നമ്മൾ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും കുലുങ്ങാതെ നിൽക്കുവാൻ, ഏതു വലിയ കാറ്റടിച്ചാലും കുലുങ്ങാതെ നിൽക്കുവാനിടയായിത്തീരും. മൂന്നാമത്, ദൈവത്തിൻ്റെ പരിപാലനം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച് നമുക്ക് ഈ കാണുവാൻ കഴിയും. നങ്കൂരം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കരുതൽ, ദൈവത്തിൻ്റെ പരിപാലനം, ഒരിക്കലും വിട്ടുകളയാത്ത, ഞാൻ ഉപേക്ഷിക്കുകയില്ല തള്ളിക്കളയില്ല എന്നുള്ള ആ ദൈവിക വാഗ്ദത്തം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, ആ പരിപാലനമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന, അല്ലെങ്കിൽ ഒരു കരുതലായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന അവസ്ഥ, അതാണ് ദൈവിക നങ്കൂരം നമ്മുടെ മേലുണ്ടോ എന്ന്, ആത്മാവിൻ്റെ നങ്കൂരം എന്ന് പറയുന്നത്. നാലാമതായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ദൈവപ്രവൃത്തിയെക്കുറിച്ച്. ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയതാണെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ്റെ പ്രവൃത്തി വലിയ പ്രവൃത്തികളാണ്. അതുപോലെ ഒരു പ്രവൃത്തി ഒരു വ്യക്തിക്കും ചെയ്യുവാൻ കഴിയില്ല, ഒരു മനുഷ്യനും ചെയ്യുവാൻ കഴിയില്ല. അതാണ് നങ്കൂരം. നങ്കൂരം എന്ന് വെച്ചാൽ ഇളക്കമില്ലാത്തത്, ഇളക്കാൻ കഴിയാത്തത്. ദൈവപ്രവൃത്തിയെ ആർക്കും ഇളക്കാൻ കഴിയത്തില്ല. ദൈവം ഒരുവനെ പരിപാലിച്ചാൽ ആ പരിപാലനത്തിൽ നിന്ന് ഒരുത്തനും നമ്മെ വേർതിരിക്കാൻ കഴിയില്ല. ദൈവം നമ്മെ കരുതാൻ തുടങ്ങിയാൽ നമ്മെ ഒരു വ്യക്തിക്ക് പോലും നമ്മെ ദ്രോഹിക്കുവാനോ ഉപദ്രവിക്കുവാനോ കഴിയില്ല എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ദൈവ സാന്നിധ്യം നമ്മളിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് പോലും നമ്മെ തകർക്കുവാൻ കഴിയില്ല. ഇതാണ് നങ്കൂരം, ആത്മാവിൻ്റെ നങ്കൂരം നമ്മുടെ മേൽ വരുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ അതിനായിട്ട്
പ്രത്യാശിക്കുമാറാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രത്യാശയെക്കുറിച്ച് അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുവാനുണ്ട്. എന്നാൽ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനെക്കുറിച്ച് പറയാം. പ്രത്യാശയുടെ നങ്കൂരം നമ്മൾ മുറുകെ പിടിച്ചാൽ നാം തീർച്ചയായിട്ടും പൗലോസിനെ പോലെ, പൗലോസ് പറയുന്നത് എന്താണ്? എനിക്കൊരു ഉടയവനുണ്ട്. അവിടെ 27:24 നോക്കിക്കേ. 23 എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ വന്നു. പൗലോസേ, ഭയപ്പെടരുത്. അപ്പം നാം സേവിച്ചു വരുന്ന ആ ദൈവത്തിലുള്ള പ്രത്യാശ നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ മേൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവിക നങ്കൂരം വരുവാൻ കാരണമായി തീരുന്നത്. ഏത് കഷ്ടങ്ങളുടെ മധ്യത്തിലും നങ്കൂരം ഇടുവാൻ ഇടയാകണം. അതിന് തക്കെ ഒരു പ്രത്യാശയും വിശ്വാസവും ഒരു ഭക്തിയും ഒക്കെ നമ്മളിൽ ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവവചനത്തിന് വിരമിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.